ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി വ്ലോഗ് കോട്ടയം ടു കണ്ണൂരിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ തന്നെയാണ്. തംബ്ലൈനിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വളരാനും നല്ല കട്ടിയായിട്ടിരിക്കാനും വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു എണ്ണയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പുരികം നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു എണ്ണ തന്നെയാണ്. നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ. എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന എണ്ണ തന്നെയാണ് ആവണക്കെണ്ണ നമ്മൾ ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു എണ്ണയാണ്. പുരികം നല്ല കട്ടിയായിട്ട് വളരാൻ സഹായിക്കുന്ന എണ്ണയാണ് ആവണക്കെണ്ണ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പല രീതിയിൽ മീൻസ് നമ്മളിപ്പം ആവണക്കെണ്ണയുടെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടായാലും നമുക്ക് പുരികത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അതല്ല, ആവണക്കെണ്ണ മാത്രമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആവണക്കെണ്ണ ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം. ഒരു ബൗളിലേക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ള ആവണക്കെണ്ണ എടുക്കുക. ശേഷം കോട്ടൺ തുണി ഉണ്ടല്ലോ, കോട്ടൺ തുണി അതിൽ മുക്കിയതിന് ശേഷം രണ്ട് പുരികത്തിലും തേക്കുക. നന്നായിട്ട് തേച്ച് രണ്ട് പുരികത്തിലും പിടിപ്പിച്ചതിന് ശേഷം മസാജ് ചെയ്യാവുന്നതാണ്. കൈകൊണ്ട് ഒരു അരമണിക്കൂർ മസാജ് ചെയ്ത് കൊടുക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ്. കഴുകി കളയുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. നമ്മളിത് ദിവസവും ഉപയോഗിച്ചാൽ നമ്മുടെ പുരികം നന്നായിട്ട് കട്ടിയിൽ വളരും കേട്ടോ. ഞാനിപ്പോൾ ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ആവണക്കെണ്ണ എടുത്തതിന് ശേഷം നമുക്ക് കറ്റാർവാഴ ജെല്ല് കിട്ടുമെങ്കിൽ അങ്ങനെ ആയാലും പുരികത്തിൽ തേച്ചാൽ നല്ലതാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തേച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കറ്റാർവാഴ നമ്മൾ തേച്ച് കൊടുക്കുമ്പം ദിവസവും തേക്കണ്ട. ആവണക്കെണ്ണ മാത്രം ആയതുകൊണ്ട് ഞാനിപ്പം ദിവസം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറ്റാർവാഴ ആകുമ്പോൾ ആഴ്ചയിൽ 2 തവണ നമ്മൾ യൂസ് ചെയ്താൽ മതി. ഐബ്രോസൊക്കെ നല്ല ഭംഗിയിൽ വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു എണ്ണ മാത്രം മതി. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. 100% നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഒന്നും കൂടി ഞാൻ പറയുകയാണ്, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുകളായിരിക്കും ഇതിലുണ്ടാവുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.